തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം സൂര്യകണം ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം കീർത്തി പൊളിച്ചു, സൂപ്പർ. ആ കോസ്റ്റ്യൂമിലൊക്കെ വന്ന് അവൾക്ക് എന്തൊരു സന്തോഷം നോക്ക് അല്ലേ ദിഗംബര. അതെ നിഗംബരി. പക്ഷെ ആ കോസ്റ്റ്യൂമിലൊക്കെ വന്നു കീർത്തി, അടിപൊളിയായിട്ട്.
ഓ, കഴിഞ്ഞ തവണത്തിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം ശരിക്കും കാണാനുണ്ട്. Thank you, നല്ലോണം വർക്ക് ചെയ്തു അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. നമുക്ക് ആദ്യം MG സാറിനോട് തന്നെ ചോദിക്കാം അല്ലേ? അതെ. MG സാർ, കീർത്തി എന്ത് സാർ? കീർത്തി പാടിയപ്പോ ഞാന് ഇതിന്റെ കമ്പോസിങ്, പിന്നെ ഗിരീഷിന്റെ ചില തമാശകള്, പിന്നെ എന്റെ ചേട്ടന്റെ ചെപ്പിടി വിദ്യകൾ, പിന്നെ നമ്മുടെ കണ്ണൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല കീബോർഡ്, അങ്ങനെ കുറേ പേരെ, ബെന്നി, ഇവരെല്ലാം ഞാൻ ഓർത്തുപോയി. മനോഹരമായിട്ടുള്ളൊരു കമ്പോസിഷൻ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എം ജി ആർ തന്നെയാണ്, നോ ഡൗട്ട്. കാരണം അത് അതിനകത്ത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത് ഉള്ള ഒരു ഇമ്പാക്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ചേട്ടനായതുകൊണ്ട് ഞാൻ പറയല്ല. ഈ പാട്ട് പിന്നെ ദാസേട്ടൻ കൂടെ പാടി കേട്ട് കഴിഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അതിമനോഹരം, ശ്രുതി മധുരം, അതിമധുരം, അത്രയ്ക്ക് ഭംഗിയാ. അത് എസ്പെഷ്യലി ദ ലാസ്റ്റ് പോൾ അവിടെ ഒക്കെ വരുമ്പോഴേ ആ ശബ്ദം ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, അത് ദാറ്റ്സ് ഒറിജിനൽ വോയിസ്. ഇസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്ന പണ്ടൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു, HMV. ദാസേട്ടൻ അത് പാടിയിരിക്കുന്ന അതിന്റെ ഭാവങ്ങൾ, അതിനെവിടൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആ എക്സ്പീരിയൻസും ദൈവം കൊടുത്തൊരു ശബ്ദവും അതിനെ ബീറ്റ് ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റില്ല. എക്സ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ. പിന്നെ തിരനുരയും ചുരുൾമുടിയിൽ അങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ട്. മോളത് പാടിയായിരുന്നോ? തിരനുരയും ചുരുൾമുടിയിൽ, ചുരുൾമുടിയിൽ സാഗര, അവിടെ ഒരു സാഗര, അവിടെ ആണല്ലേ സാഗര സംഗീതം, അവിടെ എല്ലാം രാഗഭാവങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദവും പിന്നെ ഗിരീഷിൻ്റെ വരികൾ ഇതും കൂടെ ആയപ്പോഴ് അസാധ്യമായിട്ട്. മോള് പാടിയതിൽ കുറേ ഭാഗങ്ങൾ വളരെ നന്നായിരുന്നു. കുറച്ച് ടെൻഷനുള്ള പോലെ എനിക്ക് തോന്നി. എവിടൊക്കെയോ ഒരു ചെറിയൊരു ടെൻഷൻ. ചന്ദ്രകാന്തങ്ങൾ അവിടെ ഒന്ന് പാടാവുന്നു. ചന്ദ്രകാന്തങ്ങൾ 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 മിന്നിനാരുന്ന ചൈത്രരാവാണു നീ. അതിൻ്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, അത് കുറച്ചുകൂടെ ആകായിരുന്നു. പിന്നീട് കന്മദം പോലെ, അത് ഈ സെയിം ഇടമാണോ അത്? അപ്പോൾ അതും ഒന്നുകൂടെ ഒരു ചെറിയൊരു ഒഴുക്ക് വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. എന്തായാലും സെലക്ഷനും ബാക്കി ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വേറൊന്നും പറയേണ്ട കാര്യമില്ല. നന്നായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നന്നായിരുന്നു. ആ അമ്മിങ്ങി പാടിയ തേക്കുട്ടിനും ഒപ്പം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, നല്ല എന്ത് രസമുള്ള ഒരു കോമ്പോസിഷൻ. അതൊരു എന്താ പറയേണ്ടത്, അണ്ണാച്ചി നമ്മുടെ ദേവരാജൻ മാഷിനും ദക്ഷിണാമൂർത്തി സ്വാമിക്കും MG സാറിനൊക്കെ പാടുമ്പം ദാസേട്ടൻ അവർക്കൊരു ഗുരുസ്ഥാനം ഉള്ളതുകൊണ്ട് അത് അങ്ങനെയാണ്, ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, പറയുന്നത് കേൾക്കുന്നതൊക്കെ. പക്ഷേ ഈ അണ്ണാച്ചി രവീന്ദ്രൻ മാസ്റ്റർ ഇവരുടെയൊക്കെ ആ സെഷൻ കാണാൻ നല്ല രസമാണ്. പാട്ട് വളരെ കുറച്ചേ ഉള്ളൂ. ദാസേട്ടൻ വന്ന് ഒരു 2 മണിക്കൂർ തിയേറ്ററിലുണ്ടെങ്കിൽ 1.25 മണിക്കൂറും ഈ വേറുള്ള ഇതര കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും പൊട്ടിച്ചിരികളും അവസാനം അടിയാണ്. ആ ദാസേട്ടനായിട്ട് അവസാനം വഴക്കി തന്നെ നിൽക്കും. ഇപ്പോൾ പാടാനെടുക്കുന്നത് 10 മിനിറ്റ് കുറച്ചേ അത്രേ ഉള്ളൂ. ഇതുകാലം ഉഗ്രമായിട്ട് പാടി, ഉഗ്രമായിട്ട് പാടി, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ലോലലോലം അതൊന്ന് പാടാമോ? ലോലലോലമാണു നിന്റെ അധരം, അധരം ലോലലോലമാണു നിന്റെ അധരം. അതിന് ആ ഒരു സുഖമുണ്ട്, അതിൻ്റെ ഒരു ഗാംഭീര്യാവസ്ഥയുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഉൾക്കൊണ്ട് വേണം പാടാൻ കേട്ടോ. അത് ഇത് ചുമ്മാ പറയാണ്, കുറേയും കൂടെ നിങ്ങൾ ബ്രൈറ്റ് ആവാൻ വേണ്ടിയാണ് പറയുന്നത്. അണ്ണാച്ചി ഇത് പാട്ട് എഴുതിയിട്ട് ചെയ്താണ് കേട്ടോ. ഓ, ഇത് ലിറിക്കിന് ട്യൂൺ ചെയ്താണ്. അതാണ് ആ ലോലയ്ക്കൊക്കെ അങ്ങനത്തെ ഒരു. അപ്പൊ അതങ്ങനെ ആക്കാമല്ലോ, നമ്മൾ എഴുതി കിട്ടി കഴിയുമ്പോൾ അതനുസരിച്ച് കമ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ. അത് താങ്ക് യു അണ്ണ. വെണ്ണിലാവിനെ ഒന്ന് പാടാമോ? വെണ്ണിലാവിന്റെ
അത് അത്രയും മതി. അത് വേറെ എന്തോ പാടി ഈ നീ ഇതൊക്കെ അത് വേണ്ട, അതല്ല വേണ്ട. നമുക്ക് ഇപ്പൊ പാടിയതുണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു യഥാർത്ഥമായിട്ട് വേണ്ട. അത്രയും വലിച്ച് നീട്ടിയാൻ വേണ്ട. മൊത്തത്തിൽ നന്നായിട്ട് ആ ഇടയ്ക്കതൻ അതൊന്നും ഇവിടെ പാടാമോ? അതിന് മുമ്പിലത്തെ ലൈൻ പാടിക്കോ. എന്റെ ലൈനാണ് ഞാൻ. വരപ്രസാദം തേടി വരുന്നോരെന്റെ നെഞ്ചിൽ മിടിക്കുന്നത് ഇടയ്ക്കതൻ സ്വര. ആ ഇടയ്ക്ക തന്നെ ഏത് നോട്ടാണ്? ഇടയ്ക്കതൻ മായാണോ? അത് ഗായൽ. ഇടയ്ക്കതൻ അത് ഗായല്ലേ? ആ ഗായാണെങ്കിൽ ഇവിടെ ചൊറിഞ്ഞിട്ട് കാര്യമുണ്ടടാ, പാടണം. സിംഗ്. അപ്പൊ അത് ഇടയ്ക്കതൻ സ്വരജതി ഇടയ്ക്കതൻ ഒരു മാ കേൾക്കുന്നുണ്ട് അവിടെ. വരട്ടെ, അത്ര ഉള്ളു. ഇതൊക്കെ നോക്കേണ്ടതാണ് കുറെ കൂടെ ശ്രദ്ധയോടെ. അത്ര ഉള്ളടാ. അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പാടുന്നത് കേട്ടോ. നല്ല സുഖമായിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് പാടി. ഗുഡ് ഗുഡ്. താങ്ക് യു ശരത് സർ. ഗുഡ് 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 ഗുഡ്. ഷാനിക കേത്രി ഉഗ്രനായിട്ട് പാടി. ഒന്ന്, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഒരു ഫീമെയിൽ വോയിസിൽ ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. അത് നന്നായിട്ട് തന്നെ പാടി. എനിക്കും ഈ അനുപല്ലവിയുടെ ബിഗിനിങ്, ചരണത്തിൻ്റെ ബിഗിനിങ്, ഇത് രണ്ടും മാത്രമേ എനിക്ക് ചെറുതായിട്ടൊന്ന് ഔട്ട് ഓഫ് പ്ലേസ് പോലെ തോന്നുള്ളൂ. ബട്ട് ഇതൊരു ടഫ് സോങ് ആണ്. ഇത് എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടൊന്നും അല്ല. പിന്നെ ഈ പാട്ടിന് ഒരു ഭയങ്കര ദുരൂഹത ഉണ്ട്, ഒരു ഭയങ്കര ചാം ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷനാണ്. ഇത് രണ്ടും കീർത്തി തന്നിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കോറസ് ഡിപ്പാർട്ട്മെന്റ് 3 പേരും അടിപൊളിയായിരുന്നു. എനിക്ക് ആദ്യം ഡൗട്ട് അടിച്ചു, തേജസ് എന്തിനാണ് അവിടെ നിൽക്കണം? കാരണം തേജസ് ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് മൈക്ക് ഇങ്ങനെ അടുത്തേക്കൊണ്ട് പിന്നെ തേജസ് വേണ്ടാന്ന് വെക്കും. പിന്നെ എന്നിട്ട് അക്ഷയ് ഇങ്ങനെ നോക്കും, ഞാൻ പാടണം. ആ ഒരു രീതിയിൽ തേജസ് ഇങ്ങനെ അക്ഷയ് നോക്കും. അപ്പൊ അക്ഷയുടെ വഴിക്ക് പോകുന്നുണ്ട്. അവസാനം എത്തിയപ്പോഴാണ് തേക്കൂട്ടൻ്റെ പർപ്പസ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അടിപൊളിയായിരുന്നു. മൊത്തം അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഈ ഔട്ട്ഫിറ്റ് പരിപാടി ഒക്കെ വർക്കായി. ഇത്ര നന്നായിട്ട് പാടണമെന്നൊന്നും ഇല്ല കേട്ടോ. ചേച്ചി കേട്ടോ? കീർത്തി, എന്റെ ദിഗു ഗംഭീരമായിരുന്നു. സൂപ്പറായിട്ട് പാടി. അനന്തഭദ്രം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പടം കൂടിയാണ്. കാരണം നമ്മുടെയൊക്കെ സ്വന്തം MG ശ്രീകുമാർ സാറിനോടൊപ്പം ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ പാടിയ ഒരു പാട്ട് പിണക്കമാണോ, അത് ഈ പടത്തിലാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ MG രാധാകൃഷ്ണൻ സാറിനെ കുറച്ച് മുന്നേ തന്നെ പരിചയമുണ്ട്. ഞാൻ വലിയച്ഛ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ലളിതഗാനങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ള പരിചയമുണ്ട്. പക്ഷെ സാറിനോടൊപ്പം ഞാൻ വേദികളിൽ പാടിയിട്ടുണ്ട്. ഒരു പടത്തിൽ പാടാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആദ്യമായിട്ട് അനന്തഭദ്രത്തിലാണ്. ആ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വലിയച്ഛൻ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഒരു സൂപ്പർ പാട്ടുണ്ട് ഇതിൽ, തിരനുരയും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാട്ടിട്ട് കേൾപ്പിച്ച് തന്നിരുന്നു. അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ദാസങ്കിളുടെ ശബ്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സ്പീക്കറിലെല്ലാം കൂടെ അതിങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇപ്പം സാറ് മോൾക്ക് പറഞ്ഞു തന്നു കുറേ സംഗതികൾ, അത് ആ ശബ്ദത്തിലേ വരുള്ളൂ. അതിങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പാട്ട്. അപ്പം അത് നമ്മൾക്ക് എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയാലും അത് ആ ഒരു ഭാവമോ അല്ലെങ്കിൽ ആ ഒരു ഫീലോ, അത് ആ വോയിസിൻ്റെ മാജിക്കാണ് ശരിക്കും. അത് മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മോള് ഈ ഒരു സോങ് സെലക്ഷൻ ഫാന്റാസ്റ്റിക് സെലക്ഷൻ. നേരത്തെ സാറ് പറഞ്ഞ പോലെ MGR is MGR, അത് സത്യമാണ്. ഇതൊരു ഫാന്റാസ്റ്റിക് പാട്ട്. ഇന്നും പല വേദികളിലും എല്ലാവരും പാടാൻ, അതായത് ജനറേഷൻസോളം ഏത് പുതിയ തലമുറ വരുമ്പോഴും ഒരു സ്റ്റേജിൽ ഈ പാട്ട് പാടുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഹരമാണ്. അപ്പോൾ അത്തരത്തിലൊരു സോങ് സെലക്ഷൻ ഭംഗിയായിട്ട്, അവളുടെ വോയിസ് ടെക്സ്ചർ നല്ല രസമുണ്ടായിരുന്നു ഇതിൽ കേൾക്കാൻ.
താങ്ക് യു ചേച്ചി. പിന്നെ സാർ പറഞ്ഞ ആ ഒരു ചെറിയൊരു ഒരു വെപ്രാളം എനിക്കും തോന്നിയിരുന്നു. ഒരു അനുപല്ലവിയും ചരണവും തുടങ്ങുന്ന സമയത്ത് ഒരു വിറയൽ വരുന്നുണ്ട്, ഷിവർ. അത് ആ ടെൻഷനാണ് ഈ പുറത്തോട്ട് വരുന്നത്, ദൈവമേ ശരിയാവുമോ എന്നുള്ളത്. അപ്പം മനോഹരമായിരുന്നു ആ ലാസ്റ്റിലത്തെ ആ സ്വരങ്ങളൊക്കെ പാടി നിർത്തിയതൊക്കെ ഗംഭീരം, നല്ല രസമുണ്ടായിരുന്നു. ചക്കരയോ ഉമ്മ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ആ പിണക്കമാണോ ഡ്യുവറ്റ് ഞങ്ങൾക്കൊന്ന് ലൈവ് രണ്ടുപേര് പാടിത്തരുമോ? പിണക്കമാണു എന്നോടിണക്കമാണു, അടുത്തു വന്നാലും പൊന്നെ മിടിച്ചു നിൽക്കാതെ, മിടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എൻ്റെ മനസ്സറിഞ്ഞൂടെ, കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ, മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചില്ലേ, മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞീലേ, കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം, പിണക്കമാണു എന്നോടിണക്കമാണു, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ഓ സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, ചോദിക്കാം. ശരത് സർ. പാറു, ആ ഒരു ചെറിയ ചോദ്യമുണ്ട് പാറുവിനോട്. ആ വേണ്ട, എന്നാ വേണ്ട. ആ ചോദിച്ചോളൂ സാർ. ഇപ്പം പറഞ്ഞില്ലേ HMV, അതിന്റെ ലോഗോ കണ്ടിട്ടുണ്ടോ? ഒരു ഗ്രാമഫോണിന്റെ മുമ്പിൽ ഒരു പട്ടി ഇരുന്ന് ഒരു പട്ടി ഇരുന്ന് അത് കേൾക്കുന്നതാണ്. അതാണ് ആ പട്ടി ആണാണോ പെണ്ണാണോ? അതാണ് എൻ്റെ ചോദ്യം. HMV അതിന്റെ ലോഗോയിലുള്ള ആയിരുന്നു കേൾക്കുന്ന പട്ടി ആണാണോ പെണ്ണാണോ? ആണ്. പൈ എന്തുകൊണ്ടാണ് ഒരു പെൺപട്ടിക്ക് ഇരുന്ന് കേട്ടൂടെ? അതെന്താ, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. പാറു ജയിച്ചേ. അതുകൊണ്ട് നിനക്ക് മാർക്കില്ലേ? ഞാൻ തോറ്റു. എനിക്ക് വല്ലതും തരണം. ഞാനൊരു ഹിസ് ഇട്ട് തന്നു. ഈ ഹിസ്സിന് വേണ്ടി 9.2 മാർക്സ്. താങ്ക് യു സർ. 9.1. താങ്ക് യു സർ. ഷാനിക്ക. കീർത്തി ഒട്ടും കുറയ്ക്കുന്നില്ല. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.